വിഷ്ണു ശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ശാലിനി വിഷ്ണു എന്ന് പറഞ്ഞിട്ട് പിന്നെ രേഖ മേഡം വേണമെങ്കിൽ ശാലിനിയെ പരിചയപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ശാരദാമ്മ കൊടുത്ത ആ ഒരു റെസിപ്പി ഇങ്ങനെ കഴിച്ച് നോക്കുകയാണ്. ഒരു തവണ വായിൽ വയ്ക്കുമ്പോഴേ രേഖ മേഡം ആണെങ്കിൽ ഇങ്ങനെ ശാരദാമ്മയെ തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ആ ഒരു മനസ്സ് നിറഞ്ഞുള്ള രീതിക്ക് ശാരദാമ്മ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് തന്നെ നിൽക്കുകയാണ്. അതിനുശേഷം മാർക്കാണെങ്കിൽ ശ്രേയയോട് പറയുന്നുണ്ട്. അതിനുശേഷം ആ മുകളിൽ സീറ്റിലേക്ക് പോയിരിക്കുകയാണ്. അന്നേരം ശ്രേയ ആണെങ്കിൽ വീണ്ടും അനൗൺസ് ചെയ്യുന്നുണ്ട്, ആദ്യ റൗണ്ട് മത്സരം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്, പോയിന്റും എല്ലാം ആയി കഴിഞ്ഞു, ഇനി ഓരോ മത്സരാർത്ഥികളുടെയും പോയിന്റ് നിലവാരം പറയാം എന്ന് പറഞ്ഞിട്ട് അതിൽ 5 മാർക്കിൽ കൂടുതൽ കിട്ടുന്നവർക്ക് മാത്രമേ 2ാം റൗണ്ടിലേക്ക് മത്സരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആദ്യം മല്ലികയുടെ പോയിന്റ് 3 പോയിന്റ് എന്ന് പറയുകയാണ്. അന്നേരം മല്ലികയ്ക്ക് ആദ്യം ആകെപ്പാടെ അങ്ങോട്ട് വിഷമാവുന്നുണ്ട്. തുടർന്ന് സത്യഭാമയുടെ പോയിന്റ് 6 പോയിന്റ് എന്ന് പറയുമ്പോൾ പിന്നെ ശാലിനിയും ശാരദാമ്മയും അനൂപും പിന്നെ പൊന്നിയും ശാന്തയും എല്ലാവരും കമലിനും എല്ലാവരും ഒക്കെ കൈയടിക്കുന്നുണ്ട്. സത്യഭാമയ്ക്കും സന്തോഷമാവുന്നുണ്ട്. പക്ഷേ ശാലിനിയും ശാരദാമ്മയും കൈയടിക്കുന്നത് അങ്ങോട്ട് സത്യഭാമയ്ക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അത് രേഖമേടം ശ്രദ്ധിക്കുന്നുണ്ട്. അതിനുശേഷം സുസ്മിതയുടെ പോയിന്റ് 5 എന്ന് പറയുകയാണ്. അന്നേരം സുസ്മിതയ്ക്ക് ആകെപ്പാടെ സന്തോഷമാവുന്നുണ്ട്. ചന്ദ്രബോസ് ഇങ്ങനെ കൈയൊക്കെ കാണിക്കുകയാണ്. അന്നേരം എല്ലാവരും കൈയടിക്കുമ്പോൾ ജഗദീപ് വിചാരിക്കുകയാണ്, ഇവളിത് എങ്ങനെ ഒപ്പിച്ചു, അല്ല ഇവരെല്ലാവരും എന്തിനാണ് കൈയടിക്കുന്നത്, എല്ലാവർക്കും ഭ്രാന്ത് തന്നെ എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ശാരദാമ്മയുടെ പോയിന്റ് കുടുംബശ്രീ ശാരദ എന്ന് പറഞ്ഞിട്ട് ശാരദാമ്മ എന്ന് പറഞ്ഞിട്ട് 8 പോയിന്റ് പറയുകയാണ്. അന്നേരം ഭാമയ്ക്ക് അത് കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ട്. സുസ്മിതയ്ക്കും അങ്ങോട്ട് തീരെ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ ബാക്കി എല്ലാവരും ഒക്കെ കൈയടിക്കുന്നുണ്ട്. ശ്യാമയും അതിനോടൊപ്പം കൈയടിക്കുമ്പോൾ എടി കൊച്ചിൻ്റെ കയ്യിലാണെന്നുള്ള ഓർമ്മ നിനക്ക് വേണം എന്നിങ്ങനെ സുസ്മിത ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അന്നേരം ശ്യാമ അങ്ങ് വിഷമിക്കുകയാണ്. അതിനുശേഷം ശ്രേയ പറയുന്നുണ്ട്, അപ്പോൾ 2ാം റൗണ്ട് മത്സരത്തിലേക്ക് മത്സരിക്കാൻ പോകുന്നത് 2 പേരാണ്, സത്യഭാമ കുടുംബശ്രീ ശാരദ എന്നിങ്ങനെ പറയുമ്പോൾ സുസ്മിതയുടെ ഭാവം മാറുകയാണ്. അന്നേരം ചന്ദ്രബോസും രോഹിത്തും ഒക്കെ ചാടി എഴുന്നേൽക്കുന്നുണ്ട്. സുസ്മിത ചോദിക്കുകയാണ്, ഇവരോടൊപ്പം മത്സരിക്കാനായിട്ട് എനിക്കും അവകാശമില്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് ആദ്യമേ പറഞ്ഞിരുന്നല്ലോ 5 പോയിന്റ് കൂടുതൽ വേണം എന്നുള്ളത്. അന്നേരം രോഹിത്തും ചന്ദ്രബോസും ഒക്കെ പറയുന്നുണ്ട്, ഇത് ചതിയാണ്, നിങ്ങൾ 5 പോയിന്റ് എന്ന് ആദ്യമേ പറഞ്ഞില്ലേ, പിന്നെ ഇത് നടത്തിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ പിന്നെ ഈ സാബു വർഗീസ് അങ്ങോട്ട് മുന്നോട്ട് എണീച്ച് വരുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, മത്സരം തുടങ്ങുന്നതിന് മുമ്പ് വ്യക്തമായിട്ട് പറഞ്ഞതാണ് ഇതിൻ്റെ മാനദണ്ഡങ്ങളും നിയമവശങ്ങളും ഒക്കെ. ഇനി അന്തിമ തീരുമാനം എടുക്കാനുള്ള അവകാശം രേഖാമേഡത്തിന് മാത്രമാണുള്ളത്. അതിനെ ചോദ്യം ചെയ്യാനായിട്ട് എനിക്കോ നിങ്ങൾക്കോ യാതൊരു അവകാശവുമില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് മാഡം അവസാനത്തെ പാർട്ടിസിപ്പൻസിൻ്റെ പേര് ഒന്ന് അനൗൺസ് ചെയ്യാമോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ രേഖാമേഡം എഴുന്നേറ്റ് നിന്ന് പറയുന്നുണ്ട്, ആദ്യ റൗണ്ട് മത്സരം അവസാനിച്ചിരിക്കുകയാണ്, 2ാമത്തെ റൗണ്ടിൽ മത്സരിക്കുന്നത് 2 അംഗങ്ങൾ മാത്രമാണ്, സത്യഭാമ കുടുംബശ്രീ ശാരദ എന്നിങ്ങനെ പറയുമ്പോൾ എല്ലാവർക്കും പിന്നീടൊന്നും പറയാനായിട്ട് സാധിക്കില്ലല്ലോ. അന്നേരം സുസ്മിത ആകെ ദേഷ്യത്തിൽ ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് ചിറ്റപ്പ ഒന്ന് വന്നേ പറയട്ടെ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രബോസിനെയും വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. തുടർന്ന് പുറത്തേക്ക് വന്നിങ്ങനെ സുസ്മിത ഒറ്റ നിൽപ്പങ്ങോട്ട് നിൽക്കുകയാണ്. അന്നേരം ചന്ദ്രബോസ് ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ നിൽക്കാനാണോ നീ എന്നെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് വന്നതെന്ന് ചോദിക്കുമ്പോൾ അവർ ജയിക്കുന്നത് കാണണ്ടല്ലോ, പിന്നെ ഞാൻ അവിടെ നിൽക്കുന്നത് എന്തിനാന്ന് ചോദിക്കുമ്പോൾ എടി നമ്മൾ പരാജയപ്പെട്ടു പോയില്ലേ, അത് സമ്മതിച്ചല്ലേ മതിയാകുമെന്ന് പറയുമ്പോൾ അത് സമ്മതിക്കാനായിട്ട് ഞാൻ ഒരുക്കമല്ല, ആര് ജയിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിച്ചോ ആ 2 പേര് തന്നെയാണ് ഫൈനൽ റൗണ്ടിലേക്ക് എത്തിയിരിക്കുന്നത്, അവർ ജയിക്കാനായിട്ട് സമ്മതിക്കില്ല എന്ന് പറയുമ്പോൾ എടി 2 പേര് മത്സരിക്കുമ്പോൾ ഒരാൾ ജയിച്ചല്ലേ പറ്റൂ, അത് പിന്നെ നീ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ അവസാനം ഒരു കുളങ്കലക്കൽ പരിപാടി, 2 പേരെയും ജയിക്കാൻ വിടില്ല, അത് ഈ സുസ്മിത ചെയ്യുക തന്നെ ചെയ്യും, 2 പേര് ജയിച്ചാലും എനിക്ക് ദുഃഖം തന്നെയാണ്, അതുകൊണ്ട് ആരെയും ജയിക്കാനായിട്ട് ഞാൻ അനുവദിക്കില്ല. പിന്നെ ചിറ്റപ്പന് അപ്പോൾ ഈ ചന്ദ്രബോസ് ചോദിക്കുന്നുണ്ട്, ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന്. അന്നേരം ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, ചിറ്റപ്പനെ 6 അടി പൊക്കത്തിൽ ഇങ്ങനെ നിവർന്ന് നിൽക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ, തല പുകഞ്ഞൊന്നും ആലോചിക്കാൻ സാധിക്കില്ല, അന്നേരം ഞാൻ എന്താ ചെയ്യേണ്ടത് നീ പറ എന്നിങ്ങനെ പറയുമ്പോൾ ചിറ്റപ്പന് ശാരദാമ്മയുടെ അടുത്ത് നിന്ന് ശാലിനി ഒന്ന് ഒഴിവാക്കി തരാനായിട്ട് കഴിയുമോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം അതൊക്കെ ചെയ്യാം, നീ എന്താ നിൻ്റെ മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്നുണ്ട്. അന്നേരം അതൊക്കെ ഇനി ചിറ്റപ്പൻ അറിയണ്ട, പ്രവർത്തിച്ച് ഞാൻ കാണിച്ചു തരാം, പറഞ്ഞ ജോലി ചെയ്യുമെന്ന് പറയുകയാണ്. ഓ ശരി, എങ്കിൽ ഞാൻ പറഞ്ഞ ജോലി വൃത്തിയായിട്ട് ചെയ്തു തരാം, ശാലിനിയെ ഒഴിവാക്കണം, കളക്ടർ ശാലിനിയല്ലേ, അപ്പോൾ പിന്നെ കൊമ്പത്ത് തന്നെ ആയിക്കോട്ടെ പിടിപ്പ് എന്ന് പറഞ്ഞിട്ട് ഈ ചന്ദ്രബോസ് അങ്ങോട്ട് ചിന്തിക്കുന്നുണ്ട്. അതിനുശേഷം ശ്രേയയാണെങ്കിൽ വീണ്ടും മത്സരത്തെക്കുറിച്ചൊക്കെ 2ാം റൗണ്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. കേരള ഫുഡാണ് ഉണ്ടാക്കേണ്ടത്, അത് അവർക്ക് സ്വന്തമായിട്ട് തന്നെ തിരഞ്ഞെടുക്കാം. ഇതിൽ 8 മാർക്ക് നേടിയ കുടുംബശ്രീ ശാരദയുമായിട്ട് നേരിടുന്നത് സത്യഭാമയാണ്. നമുക്ക് മണിക്കൂറുകൾക്കകം തന്നെ ആ ഒരു പാചകറാണിയെ കണ്ടെത്താം, കാണികളും അതിൻ്റെ ഒരു ഹാങ് ഓവറിലാണ് എന്നൊക്കെ ഇങ്ങനെ പ്രസംഗിക്കുന്നുണ്ട്. അന്നേരവും ഈ സത്യഭാമയാണെങ്കിൽ ദേഷ്യത്തോട് ശാരദാമ്മ ഇങ്ങനെ നോക്കുകയാണ്. പക്ഷേ ശാരദാമ്മയും ശാലിനിയും ചിരിച്ച മുഖത്തോടു കൂടി തന്നെ നിൽക്കുകയാണ്. അതിനുശേഷം ശ്രേയ ഇറങ്ങി വന്നിട്ട് ശാരദാമ്മയോട് ചോദിക്കുന്നുണ്ട്,
എങ്ങനെയാണ് ഈ മത്സരത്തെ നോക്കി കാണുന്നത്? വിധിക്ക് വിടുന്നോ അതോ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ ചെയ്യുന്ന ജോലിക്ക് ആത്മാർത്ഥതയും പരിശ്രമവും ഒക്കെ ഉണ്ടെങ്കിൽ വിധിയുടെ പിന്നാലെ പോകേണ്ട ആവശ്യമില്ലല്ലോ, ജയം ഉറപ്പിച്ച് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നിങ്ങനെ ശാരദാമ്മ സന്തോഷത്തോടെ ഇങ്ങനെ പറയുമ്പോൾ ഇടയ്ക്ക് സത്യഭാമയെ നോക്കുന്നുണ്ട്. അന്നേരം ഭാമ ഇങ്ങനെയല്ല ആകെ ദേഷ്യത്തോടു കൂടി ശാരദാമ്മ എന്തോ ചെയ്തു എന്നുള്ള രീതിക്ക് തന്നെ ശാരദാമ്മയെ നോക്കുന്നുണ്ട്. അന്നേരം ശാലിനിയും കൂടെ നിൽക്കുകയാണ്. അന്നേരം വീണ്ടും പിന്നെ ഈ ശ്രേയാണെങ്കിൽ സത്യഭാമയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ഈ മത്സരത്തെ എങ്ങനെ നോക്കി കാണുന്നു എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം ഈ മത്സരം ജയിക്കുകയല്ലാതെ ഞങ്ങൾക്ക് വേറെ വഴിയില്ല, വിധിയൊന്നും ഞങ്ങൾ തള്ളിക്കളയുന്നില്ല, കാരണം വിധിയാണ് ഞങ്ങളെ ഇവിടം വരെ എത്തിച്ചത്, അതുകൊണ്ട് ജയിക്കാൻ വേണ്ടി തന്നെയാണ് പരിശ്രമിക്കും എന്നിങ്ങനെ പറഞ്ഞിട്ടും വീണ്ടും ശാരദാമ്മയെ തന്നെ ദേഷ്യത്തോടെ നോക്കുകയാണ്. പക്ഷേ ശാരദാമ്മ ആ ഒരു ചിരിച്ച മുഖത്തോടെ ഇങ്ങനെ സന്തോഷത്തോടെ തന്നെ എല്ലാവരെയും നോക്കുന്നത് പോലെ തന്നെയാണ് സത്യഭാമയും നോക്കുന്നത്. തുടർന്ന് ശ്രേയ വീണ്ടും പറയുന്നുണ്ട്, പരമ്പരാഗത രീതിയിലുള്ള ഫുഡാണ് ഉണ്ടാക്കേണ്ടത്, 30 മിനിറ്റ് സമയമാണ്, വിസിൽ മുഴങ്ങിക്കഴിഞ്ഞാൽ ഈ പച്ചക്കറി സാധനങ്ങൾ സെലക്ട് ചെയ്യുന്നതും ഈ ഒരു മത്സര സമയപരിധിയിൽ ഉൾപ്പെടും എന്ന് പറഞ്ഞിട്ട് ആദ്യം ഒരു വിസിലടിക്കുന്നുണ്ട്. അത് മത്സരം തുടങ്ങാനുള്ള മുന്നോടിയായിട്ടാണ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും കൗണ്ട് ഡൗൺ പറഞ്ഞിട്ട് രണ്ടാമത്തെ വിസിലടിക്കുകയാണ്. ഈ സമയത്തിനോടകം തന്നെ അത് വിസിലും കൂടെ അടിക്കുമ്പോൾ ശാലിനിയും ശാരദാമ്മയും ചേർന്ന് അവിടെ പച്ചക്കറികളൊക്കെ എടുക്കുന്നുണ്ട്. അവിടെ പിന്നെ ശാന്തയും ഭാമയും ചേർന്ന് ഓരോന്നൊക്കെ ഉണ്ടാക്കി ഇങ്ങോട്ട് തുടങ്ങുകയാണ്. ഈ സമയത്ത് എല്ലാവരും ഇങ്ങനെ ആവേശത്തോടെ ഇരിക്കുകയാണ്. അവിടെ നൂറും അനൂപും പിന്നെ പൊന്നിയും ഒക്കെ സ്റ്റേജിനുണ്ട്, ജഗദീപും ഒക്കെ ഉണ്ട്, ശ്യാമയും ഫ്രണ്ട് സീറ്റിൽ തന്നെ ഇരിപ്പുണ്ട്. ഈ സമയത്ത് ചന്ദ്രബോസും സുസ്മിതയും കൂടി ആ ഒരു സൈഡിലേക്ക് വന്നിട്ട് ശ്യാമ ഇടിയെന്നും പറഞ്ഞ് അങ്ങോട്ട് വിളിക്കുകയാണ്. തുടർന്ന് സുസ്മിത പറയുന്നുണ്ട്, അമ്മയുടെയും അമ്മായിയമ്മയുടെയും സൗന്ദര്യം കണ്ട് ആസ്വദിക്കാനല്ല നിന്നെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്, അവർക്കെതിരെ പാര പണിയാനാണ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്താലും നീ ജയിക്കാൻ പോണില്ല, ഒരാൾ ജയിക്കും എന്നിങ്ങനെ ശ്യാമ പറയുമ്പോൾ അപ്പം നിനക്ക് നിൻ്റെ കുഞ്ഞിന് വേണ്ടേ, കുഞ്ഞെൻ്റെ കയ്യിലാണ് എന്നുള്ളൊരു ഓർമ്മ നിനക്ക് വേണം എന്നിങ്ങനെ പറയുകയാണ്. അന്നേരമാണെങ്കിൽ രോഹിത്തും അടുത്തേക്ക് വന്ന് നിൽക്കുന്നുണ്ട്. തുടർന്ന് പറയുകയാണ്, പിന്നെ ഞാൻ പറയുന്ന കാര്യം വൃത്തിയായിട്ട് നീ ചെയ്യണം, അത് നീ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിന്നെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കുക തന്നെ ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ നിൻ്റെ കുഞ്ഞ് തിരിച്ച് നീ ചെല്ലുമ്പോൾ അമ്മയെന്ന് വിളിച്ചുകൊണ്ട് ഓടി വരാനായിട്ട് പപ്പിമോള് വേണമെങ്കിൽ ഞാൻ പറയുന്നത് പോലെ നീ ചെയ്തിരിക്കും എന്ന് പറയുമ്പോൾ നീ ഒരു സ്ത്രീയല്ലേ, ഇങ്ങനെ കുഞ്ഞുങ്ങളെ വെച്ച് വില പേശാനായിട്ട് നിനക്ക് നാണമില്ലേ, ഒരു അമ്മയുടെ വേദന കുറച്ചെങ്കിലും നിനക്ക് അറിയില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ പതുക്കെയാണ് അവർ സംസാരിക്കുന്നത്. അന്നേരം സുസ്മിത പറയുന്നുണ്ട്, എനിക്ക് വേദനകളില്ല, അതുകൊണ്ട് മറ്റാരുടെയും വേദനകൾ എനിക്ക് അറിയേണ്ട ആവശ്യവുമില്ല, നിന്ന് പുരാണം പറയാതെ കുഞ്ഞിൻ്റെ ജീവൻ മറ്റുള്ളവരുടെ കയ്യിലേക്ക് എറിഞ്ഞു കൊടുത്തിട്ട് ഇങ്ങനെ ഇത് പറയാതെ ഞാൻ പറയുന്നത് അങ്ങോട്ട് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ 2 ടിന്നുകളുണ്ട്, ഒന്നിൽ ഉപ്പും ഒന്നിൽ മുളക് പൊടിയും എന്ന് പറയുകയാണ്. അന്നേരം ശ്യാമ അതിലേക്ക് നോക്കുകയാണ്. അന്നേരം എൻ്റെ കയ്യിലേക്ക് നോക്കല്ല, എൻ്റെ മുഖത്തേക്ക് നോക്ക്, ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ ഇതുകൊണ്ട് ഞാൻ എന്ത് മഹാപാപമാണ് ചെയ്യേണ്ടത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അന്നേരം പറയുകയാണ്, ഇതിൽ ഉപ്പാണെങ്കിൽ സത്യഭാമ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിലും മുളക് പൊടി ശാരദാമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിലും കലർത്തണം, അതോടുകൂടി 2 പേരും ഔട്ടാവും എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം ഈ മഹാഭാവം ഇത് ഞാൻ ചെയ്യില്ല എന്നിങ്ങനെ പറയുമ്പോൾ അപ്പോൾ നിനക്ക് നിൻ്റെ കുഞ്ഞിൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഒരു അടച്ചിട്ട മുറിയിൽ ആരും ഇല്ലാതെ കുഞ്ഞിങ്ങനെ ജലപാനം പോലും ഇല്ലാതെ ഇരിക്കുകയാണ്, ചിലപ്പോൾ എൻ്റെ ജീവൻ വരെ എന്നിങ്ങനെ പറയുമ്പോൾ ശ്യാമ ഇങ്ങനെ ഓർക്കുന്നുണ്ട്, പപ്പി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതും അമ്മ എന്താ വരാത്തത്, അമ്മയ്ക്ക് എന്നെ വേണ്ടേ എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞ് തറയിലിരുന്ന് കരയുന്ന ആ ഒരു സീൻ കാണിക്കുന്നുണ്ട്. നേരെ രോഹിത്തും പറയുകയാണ്, ശ്യാമയെ ആലോചിച്ച് പ്രവർത്തിക്ക്, നിൻ്റെ പപ്പിമോളുടെ ജീവൻ പോലും അപകടത്തിലാണ് എന്നിങ്ങനെ പറയുമ്പോൾ ശ്യാമയ്ക്ക് അവിടെ വേറൊരു വഴി ഉണ്ടാകുന്നില്ല. എന്നിട്ട് ഇത് വാങ്ങിക്ക് എന്ന് പറയുകയാണ്, നീ ചെയ്തിരിക്കും, നിൻ്റെ കുഞ്ഞിനെ വേണമെന്നുണ്ടെങ്കിൽ നീ ചെയ്തിരിക്കും എന്നിങ്ങനെ പറയുമ്പോൾ അത് ആ ഒരു നിർബന്ധത്തിന് വഴങ്ങി കുഞ്ഞിന് വേണ്ടിയിട്ട് ശ്യാമ അത് പിന്നെ സുസ്മിതയുടെ കയ്യിൽ നിന്നും ആ 2 ടിന്നുകളും ശ്യാമ തൻ്റെ കയ്യിലേക്ക് എടുക്കുന്നുണ്ട്. അതിനുശേഷം ശ്യാമ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. രോഹിത്തും സുസ്മിതയും അങ്ങ് മാറിപ്പോകുന്നുണ്ട്. ഇതേ സമയം ചന്ദ്രബോസ് പറഞ്ഞതനുസരിച്ച് ADM ജോൺ അബ്രഹാം ആണെങ്കിൽ പിന്നെ ഫോൺ ചെയ്യുന്നുണ്ട്. ശാലിനിയുടെ ഫോണിലേക്കാണ് വിളിക്കുന്നത്. അന്നേരം അത് അനുപല്ലവിയുടെ കയ്യിലാണ്. അനുപല്ലവി ഫോണും കൊണ്ട് വെളിയിലേക്ക് ഇറങ്ങിയിട്ട് അനുപല്ലവിയാണ് പറഞ്ഞോളൂ എന്ന് പറയുമ്പോൾ ശാലിനി മാഡത്തെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം മാഡം ഇവിടെ ഒരു കോമ്പറ്റീഷൻ പങ്കെടുക്കുകയാണ്, എന്തെങ്കിലും പറയണമെന്ന് ചോദിക്കുകയാണ്. അന്നേരം ഒരു എമർജൻസി കോൾ ഉണ്ടായിരുന്നു, ബൈപ്പാസിൽ റോഡ് സൈഡ് ഇടിഞ്ഞിട്ടുണ്ട്, മന്ത്രിയുടെ വാഹനം അതിലൂടെ വീണിട്ടുണ്ട്, താഴേക്ക് വീണിട്ടുണ്ട്, ചെറിയൊരു അപകടം. അപ്പോൾ മന്ത്രി എന്തായാലും കളക്ടർ എന്തായാലും അന്വേഷിക്കും, എത്രയും പെട്ടെന്ന് മാഡത്തോട് ബൈപ്പാസ് റോഡിലേക്ക് എത്താൻ പറയുമെന്ന് പറയുമ്പോൾ സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നമാണോ ചോദിക്കുമ്പോൾ അത് അവിടെ ചെന്നാലേ അറിയത്തുള്ളൂ, എന്തായാലും ഞാൻ അവിടെ ചെന്നിട്ട് വിളിക്കാം, മാഡത്തോട് എത്രയും പെട്ടെന്ന് എത്താൻ എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുന്നുണ്ട്. അന്നേരം ജോൺ ഇങ്ങനെ ചിരിച്ച് നിൽക്കുകയാണ്. ചന്ദ്രബോസ് പറഞ്ഞ അനുസരിച്ചാണ് ഇവിടെ വിളിക്കുന്നതൊക്കെ.
തുടർന്ന് അനുപല്ലവിയാണെങ്കിൽ ശാലിനിയോട് വന്ന് കാര്യം പറയുന്നുണ്ട്. അന്നേരം എന്തോ ഒരു അത്യാഹിതം സംഭവിച്ചിട്ടുണ്ട്, മാഡം എത്രയും പെട്ടെന്ന് അവിടെ എത്തണം, മിനിസ്റ്റർമാരൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനിയും പറയുന്നുണ്ട്, ഞാനാണെങ്കിൽ എൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താതെയാണ് ഇവിടെ മത്സരിക്കുന്നതൊക്കെ, അപ്പോൾ കുറുപ്പ് സാറും അത് ശരിയല്ല എന്ന് പറഞ്ഞിരുന്നു, അപ്പോൾ ഇനിയും ഞാൻ അവിടെ എത്താതിരുന്നാൽ എന്തെങ്കിലും പ്രശ്നമാവും എന്നിങ്ങനെ ശാലിനിയും പറയുന്നുണ്ട്. എത്രയും വേഗം അവിടെ എത്താം എന്നിങ്ങനെ പറയുമ്പോൾ അനുപല്ലവിയും പറയുന്നുണ്ട്, അതെ മാഡത്തിൻ്റെ ശത്രുക്കൾ എല്ലാവരും ഇവിടെ ഉണ്ട്, അപ്പോൾ അവരെന്തെങ്കിലും മാഡത്തിനെതിരെ എന്തെങ്കിലും ഒരു കൊട്ടുകൊട്ടാൻ അവർ നോക്കിയിരിക്കുകയാണ്, നമുക്ക് പോകാമെന്ന് പറയുമ്പോൾ പിന്നെ ആ അമ്മയെന്ന് പറയുന്നുണ്ട് ശാലിനിയാണെങ്കിൽ പെട്ടെന്ന് ശ്യാമ അടുത്ത് തൊട്ടപ്പുറത്ത് നിൽക്കുകയാണ്. ശ്യാമയോട് പറയുന്നുണ്ട്, എനിക്ക് അത്യാവശ്യമായിട്ട് പോകണം, നീ അമ്മയുടെ അടുത്ത് നിന്നാൽ മതി, സഹായത്തിന് എനിക്ക് പകരമെന്ന് പറയുമ്പോൾ അത് കുഞ്ഞേച്ചി ഞാൻ എന്ന് പറയുമ്പോൾ അത് സാരമില്ല നീ നിന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അമ്മയെന്നിങ്ങനെ വിളിക്കുകയാണ്. എന്നിട്ട് ഞാൻ കേട്ടിടി നീ പൊയ്ക്കോ, അവളിവിടെ ഉണ്ടല്ലോ, ഞാൻ വേണ്ടതുപോലെ ചെയ്തോളാം എന്നിങ്ങനെ പറയുന്നുണ്ട്. അന്നേരം ഈ സുസ്മിതയും ചന്ദ്രബോസും ഒക്കെ ഇതെല്ലാം ശ്രദ്ധിച്ച് നിൽക്കുകയാണ്. തുടർന്ന് ശാലിനിയും അനുപല്ലവിയും കൂടി അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. തുടർന്ന് ശ്യാമയാണെങ്കിൽ കയ്യിലിരിക്കുന്ന ഈ 2 ഡപ്പകൾ നോക്കിയിട്ട് ഒരു കുഴഞ്ഞ അവസ്ഥയിൽ നിന്നിട്ട് അപ്പോൾ രോഹിത് ഇങ്ങനെ അടുത്തേക്ക് വരുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് ശ്യാമയാണെങ്കിൽ ആ 2 ഡപ്പകളും പിന്നെ രോഹിത്തിൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറയുകയാണ്, രോഹിത് എന്നെ കൊണ്ടത് ചെയ്യാൻ പറ്റില്ല വച്ചോ എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. അന്നേരം രോഹിത്തിന് ആദ്യം ദേഷ്യം വരുന്നുണ്ട്, നിൻ്റെ പപ്പിമോൾ അവിടെ ജലപാനം പോലും ഇല്ലാതിരിക്കുകയാണ്, അപകടത്തിലാണ് എന്ന് പറയുമ്പോൾ എൻ്റെ മോളെ പിന്നെ ഈശ്വരൻ രക്ഷിച്ചോളും, എന്തൊക്കെ പറഞ്ഞാലും ഇത് ചെയ്യാനായിട്ട് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് ശ്യാമ അങ്ങോട്ട് തിരിയുമ്പോൾ രോഹിത് അവസാനം ഒരു ശ്രമം കൂടി നടത്തുകയാണ്. ഇപ്പോഴല്ലേ എനിക്ക് കാര്യം മനസ്സിലായത്, അവളെ പ്രസവിച്ചത് നീ അല്ലല്ലോ, അപ്പോൾ നിനക്ക് നോവില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ ശ്യാമ വീണ്ടും ഇങ്ങനെ കുഴഞ്ഞു നിൽക്കുകയാണ്. മര്യാദയ്ക്ക് അങ്ങോട്ട് ചെല്ല് എന്ന് പറഞ്ഞിട്ട് വീണ്ടും രോഹിത് ഇത് തിരിച്ച് ശ്യാമയുടെ കൈകളിലേക്ക് വച്ചു കൊടുക്കുന്നുണ്ട്. അന്നേരം ശ്യാമ ആകെ അങ്ങ് വിഷമത്തിലാണ്, എന്ത് ചെയ്യണം എന്നുള്ള കുഞ്ഞിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ ഇത് ചെയ്യണം, പക്ഷേ അത് ചെയ്യാനായിട്ട് ശ്യാമയുടെ മനസ്സ് അനുവദിക്കുന്നും ഇല്ല. അന്നേരമാണെങ്കിൽ ശ്യാമ വീണ്ടും ശാരദാമ്മയുടെ അടുത്തേക്ക് ഇങ്ങനെ പതിയെ ചെല്ലുകയാണ്. ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവിടെ അവസാനിക്കുന്നുണ്ട്. എന്നിട്ട് സുസ്മിതയും ചന്ദ്രബോസൊക്കെ നോക്കി നിൽക്കുകയാണ്. രേഖ മേഡം ആണെങ്കിൽ സമയം ഇങ്ങനെ നോക്കുന്നുണ്ട്, സമയം കഴിയാറായി കഴിഞ്ഞിരുന്നു. അപ്പോൾ ഇത്രയുമേ എപ്പിസോഡിൽ കാണിക്കുന്നുള്ളൂ. അപ്പോൾ അടുത്ത ഇതിൽ അറിയാം അവിടെ ശ്യാമയാണെങ്കിൽ എന്തെങ്കിലും ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത്. പക്ഷേ അവിടെ ഒന്നും ഏൽക്കാനായിട്ട് പോകുന്നില്ല. മിക്കവാറും ശാരദാമ്മയുടെ ഭക്ഷണത്തിൽ മാത്രമായിരിക്കാം കലർത്തുന്നത്, സത്യഭാമയുടെ ഇതിൽ കലർത്താനായിട്ട് പറ്റില്ലായിരിക്കാം, എന്താണെന്നുള്ളത് അറിയില്ല. എന്തായാലും സത്യഭാമയാണ് ജയിക്കുന്നത്, അത് ഒരു പ്രമോ വന്നിട്ടുണ്ട്. പക്ഷേ ശാരദാമ്മ തോറ്റു കൊടുത്തിട്ടാണ് അവിടെ സത്യഭാമ ജയിക്കുന്നത്, അത് നമുക്ക് കാണാം. ഓക്കെ, താങ്ക്